ഹായ് ഹലോ. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നയനയും ആദർശും അബിയും കടപ്പുറത്തെത്തി. എന്നിട്ട് നയന പറയുന്നുണ്ട് അബിയോട്, ഇറങ്ങി വാടാ എന്ന്. ആദർശ് നയനയും കട്ടക്കലിപ്പിലാണ്. നടക്കടാ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് നയന. എന്നിട്ട് ആദർശ് അബിയോട് പറയുന്നുണ്ട്, നിനക്ക് കല്യാണത്തിന് മുൻപ് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ പേരിൽ പഠിക്കുന്ന കാലത്ത് പോലും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടപെട്ട് സോൾവ് ചെയ്ത പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? മുത്തച്ഛൻ്റെയും തറവാട്ടിലുള്ളവരുടെയും മുൻപിൽ എത്താതിരിക്കാൻ ഞാനും മനിയും എത്ര ശ്രമിച്ചിട്ടുണ്ട്. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞത് സത്യമല്ലടാ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. അല്ല, അതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നത്? അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ സ്നേഹിച്ചു വഞ്ചിച്ച കൂട്ടത്തിൽ അനഘ എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് അനഘ എന്ന് ചോദിക്കുന്നുണ്ട് അബി. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഓ, അനഘ എന്ന പെൺകുട്ടിയെ നിനക്ക് അറിയില്ല അല്ലേ? കുറച്ചു മുൻപ് നമ്മൾ കണ്ടിരുന്നില്ലേ? ആ അനഘയെ പറ്റിയാണ് ചോദിച്ചത്. അന്നേരം അബി പറയുന്നുണ്ട്, ദേ, എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, പിന്നെ ആർക്കാടാ ബന്ധം? ആരാടാ ചന്തുമോളുടെ അച്ഛൻ? അപ്പോൾ അബി ഒരു കൂസലുമില്ലാതെ പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ആദർശേട്ടന് അറിയില്ലേ? ആദർശേട്ടൻ ചെയ്ത തെറ്റി ഇപ്പോൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത്? അത് കേട്ടപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറയുന്നത് ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്നാണ് നീ പറയുന്നത് അല്ലേ? അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെയാണ് അവളുടെ ബന്ധുക്കൾ ഞങ്ങളോടന്ന് പറഞ്ഞിരുന്നത്. അന്ന് ആ വീട്ടിനകത്ത് ആദർശേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കേട്ട് ദേഷ്യം പിടിച്ച് നയന ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറപ്പിക്കാം ആദർശേട്ടനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അല്ലേ? അന്നേരം അബി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്നവരൊക്കെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ, നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന്? അപ്പോൾ അബി ഒന്ന് പതറുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, അതിന് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. എല്ലാവരും പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. പിന്നെ ആദർശേട്ടൻ ഇപ്പോൾ ചന്തുമോളെ സ്വന്തം മകളായി കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തർക്കവുമില്ല. ആദർശേട്ടൻ്റെ ചോര തന്നെയാണ് ചന്തുമോള് പറയല്. നയന അബിയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അബിയുടെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് നയന ചോദിക്കുന്നുണ്ട്, എടാ, അന്ന് ആ വീട്ടിലുള്ളവർ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ആൾക്കാരല്ലേ അന്ന് ആ വീട്ടിൽ മുഴുവനും ഉണ്ടായിരുന്നത്? അന്നേരം അബി പറയുന്നുണ്ട്, ഒരിക്കലുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പിന്നെയും പറയുന്നുണ്ട്, ആര് പറഞ്ഞു അങ്ങനെയല്ലെന്ന്? പിന്നെ എങ്ങനെയാടാ DNA ടെസ്റ്റ് ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് തെളിഞ്ഞത്? അത് കേട്ടതും അബി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. പറയടാ, ചന്തുമോളുടെയും നിൻ്റെയും ആദർശേട്ടൻ്റെയും മുടിനാരിഴ എടുത്ത് DNA ടെസ്റ്റിന് കൊടുത്തു, റിസൾട്ടും വന്നു. നിൻ്റെ മാത്രം ചോരയാണ് അവൾ, നിൻ്റെ മാത്രം ചോര. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഒന്നും പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് അബിയുടെ കാരണം നോക്കി പിന്നെയും ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നയനയും അവൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ആദർശേട്ടനെ മാത്രമല്ലടാ ചതിച്ചത്, എൻ്റെ ചേച്ചിയെയും കൂടിയാണ്. എന്നിട്ട് നീ എന്താടാ ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് പ്രചരിപ്പിക്കാനും തുടങ്ങിയില്ലേ? ഒരു കള്ള ഓൺലൈനുകാരന് നീ തെറ്റായ വിവരം കൊടുത്തില്ലേ? അനഘയെ ചതിച്ചത് ഞാനാണെന്ന് നീ അവരോട് പറഞ്ഞില്ലേ? അയ്യോ ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നീ വിശുദ്ധനാകാൻ നോക്കണ്ടടാ. നീ വിലക്കെടുത്ത ഓൺലൈൻ ജീവനക്കാരൻ നന്ദുവിൻ്റെ കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. പിന്നെയും അഭിഞ്ഞെട്ടി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ആദർശി ചോദിക്കുന്നുണ്ട്, മൂർത്തിസ് ജ്വല്ലറിയുടെ MD ഒരു പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞ് നമ്മുടെ കമ്പനിയെ തകർക്കാനാണോ അല്ലെങ്കിൽ എന്നെ തകർക്കാനാണോ? എന്തായിരുന്നു നിൻ്റെ ലക്ഷ്യമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട്, സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾ, എന്നിട്ടും പുറത്തു പറയാത്തത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. സത്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവനും ഇത് ബാധിക്കും. നിന്നെ എൻ്റെ ചേച്ചി കോടതിയിൽ കയറ്റും, അല്ലെങ്കിൽ നിന്നെ കൊന്നാൽ അവിടെയും തകരുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ നാടകം കണ്ടിട്ട് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. നീ എൻ്റെ വീട്ടിൽ വന്ന് വലിയ ഷോ കാണിച്ചല്ലോ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ നീ വലിയ നന്മമരമായല്ലോ. അന്നെല്ലാം ഉള്ളിലൊതുക്കിയത് എൻ്റെ ചേച്ചിയെ ഓർത്ത് മാത്രമാണിടാ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അത്രയും ത്യാഗം ചെയ്തിട്ട് നീ എന്നെ തകർക്കാനാണ് നോക്കിയത്. എടാ, നിൻ്റെ സ്വന്തം മകൾക്കാ ഞാനും ഇവളും അച്ഛനും അമ്മയും ആയത്. അതൊരു പുണ്യമായി കരുതി ഇത്തിരിയെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നീ മാറി നിൽക്കണമായിരുന്നു. അവിടെയും നിൻ്റെ വൃത്തികെട്ട മനസ്സ് അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സീൻ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് നയനയും പറയുന്നുണ്ട്, നിന്നെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത്. നിന്നെപ്പോലെ പെൺകുട്ടികളുടെ ജീവിതത്തിന് വില പറയുന്നവർ ഒരു കാലത്തും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇത് നിനക്ക് ഞങ്ങൾ തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി എപ്പോഴെങ്കിലും നിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നാണം കെട്ട കളികളുണ്ടായാൽ ഞങ്ങൾ പിന്നെ ആരുടെയും മുഖം നോക്കില്ല.
അറിയാമല്ലോ, നന്ദു ഇപ്പോൾ SI ആണ്. അവൾ തന്നെ നിന്നെ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ഇതിനു മുൻപ് നീ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ നിനക്കൊരു കുഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ നിനക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നിൻ്റെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നത്. എന്നിട്ട് അത് കേട്ടിട്ടും അഭി നാടകം കളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അത് പിന്നെ ഞാൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ എന്നെ പെടുത്തിയതാണ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആദർശം പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും നീ കള്ളം പറയരുത്. നമ്മുടെ തറവാട്ടിലേക്ക് വരാൻ വേണ്ടി മാത്രം ഒരു പെണ്ണും അമ്മയാകാൻ ശ്രമിക്കില്ല. പിന്നെ നയനയും പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും നീ ഇങ്ങനെ കള്ളം പറയാൻ ശ്രമിച്ചാൽ ഇന്നത്തോടെ നിൻ്റെ ജീവിതം തീരും. നീയും നിൻ്റെ അമ്മയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് അനന്തപുരിയിലെ സ്വത്തുക്കളാണല്ലോ. കാലണ പിന്നെ നിൻ്റെ മുത്തശ്ശൻ നിനക്ക് തരില്ല. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് നിന്നെ ഞങ്ങൾ ഇത്രയും നാൾ സംരക്ഷിച്ചിരുന്നത്. നാളെയും അത് തുടരും. പക്ഷേ അതിലൂടെ നീ മുതലെടുപ്പ് നടത്തിയാൽ അനാഥയായ നിൻ്റെ അമ്മയെ ഏറ്റെടുത്ത മുത്തശ്ശൻ തന്നെ പറയും നിൻ്റെ കയ്യും പിടിച്ച് അനന്തപുരിയിൽ തറവാട്ടിൽ നിന്ന് പുറത്തു പോകാൻ. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരുന്നാൽ നിനക്ക് നല്ലത്. എന്നിട്ട് നയനയും പറയുന്നുണ്ട്, അതുപോലെ ഇനി ആരെങ്കിലും ആദർശേട്ടനെ ആക്ഷേപിക്കുമ്പോൾ അതിനൊപ്പം നീ നിൽക്കരുത്. ആദർശേട്ടനെതിരെ ഒരു വാക്ക് പോലും നീ പറയരുത്. ആദർശേട്ടൻ ചിലപ്പോൾ അത് സഹിച്ചേക്കും. പക്ഷേ സ്വന്തം ജീവനേക്കാൾ ആദർശേട്ടനെ സ്നേഹിക്കുന്ന എനിക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. കണ്ടു നിൽക്കാനും പറ്റില്ല. അത് മനസ്സിലാക്കിക്കോ നീ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അഭിയെ തള്ളിവിടുന്നുണ്ട്. അഭി താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് വാ ആദർശേട്ട എന്നും പറഞ്ഞ് ആദർശേട്ടനെയും കൂട്ടി അഭിയെ അവിടെ ഇട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും പക്ഷേ അഭിക്കൊരു കുറ്റബോധവുമില്ല. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഇത്രയും നാൾ രണ്ടെണ്ണവും നടന്നിരുന്നത്. ഇതോടെ ഇന്നത്തെ കഥയിലെ ഈ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.